എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുഭദിനം നേരുന്നു. നമുക്കിന്ന് കപിലോപദേശം എന്ന 15-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം നോക്കാം. സാഖ്യമതപ്രകാരമുള്ള ജ്ഞാനയോഗത്തിൻ്റെ സ്വഭാവം കാണിക്കാൻ വേണ്ടി 25 തത്വങ്ങളെ വേർതിരിച്ച് നിർദ്ദേശിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. പ്രകൃതി മഹദഹങ്കാരാശ മാത്രാശ ഭൂതാന്യഭിഹൃതഭിദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദി. പ്രകൃതി മഹദഹങ്കാരാശ മാത്രാശ ഭൂതാന്യഭിഹൃതഭിദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദി. ഈ 2-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് അറിയാം, ഈ പ്രകൃതി മഹദഹങ്കാരാശ, അതായത് പ്രകൃതിയും പ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്ന മൂലപ്രകൃതിയാണ്. ആ മഹദഹങ്കാരം, മഹത്തത്വം, അഹങ്കാരം, അതുപോലെ അഹങ്കാരവും, അഹങ്കാരാശ്ച മഹത്തത്വവും അഹങ്കാരവും പ്രകൃതിയും, ഈ മാത്രകളും, അതായത് 5 തന്മാത്രകളും, ഭൂതാനി അഭി പഞ്ചഭൂതങ്ങളും, ഹൃദഭി ദശാക്ഷി, ഹൃദഭി എന്ന് പറഞ്ഞാൽ ഹൃത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഹൃത്തും അതായത് മനസ്സും, ദശാക്ഷി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയങ്ങളെയാണ്. ദശാക്ഷി എന്ന വാക്ക് അന്വയിച്ച് പറയുമ്പോൾ ദശം 10, അക്ഷി കണ്ണാണ്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് 10 ഇന്ദ്രിയങ്ങൾ, അതായത് 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും. അതാണ് ദശാക്ഷി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പുരുഷ പഞ്ചവിംശ, ഇങ്ങനെ അത് 25-ാമത് പഞ്ചവിംശതി എന്ന് പറഞ്ഞാൽ 25-ാമത്തേതായിട്ട് പുരുഷനും. ഇതി ഇപ്രകാരം വിദിത വിഭാഗ അസൗ തത്വവിഭാഗം മനസ്സിലാക്കിയിട്ടുള്ള മുച്യതേ പ്രകൃത്യ, പ്രകൃതി വിട്ടുമാറുന്നു, അതായത് പ്രകൃതി പുരുഷനിൽ നിന്ന് വിട്ടുമാറുന്നു. ആ തത്വവിഭാഗം മനസ്സിലാക്കിയിട്ടുള്ള പുരുഷനെയാണ് മൂലപ്രകൃതി, അതായത് പ്രകൃതി എന്നാൽ മായ, വിട്ടുമാറുന്നു. കപില തനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി. ഇപ്രകാരം കപിലസ്വരൂപനായ ആ ഭഗവാൻ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. ഇവിടെ ഒന്നുകൂടെ പറയാം. ഇവിടെ പ്രകൃതി, അതായത് മഹത്തത്വം, അഹങ്കാരം, പ്രകൃതി മദഹങ്കാരാശ്ച മാത്രാശ്ച, അതായത് പ്രകൃതിയും മഹത്തത്വം, അഹങ്കാരം, മൂലപ്രകൃതി, ഇവയെല്ലാം മഹത്തത്വം, അഹങ്കാരം, അതുപോലെ തന്നെ പ്രകൃതി. ഇവിടെ മാത്ര എന്ന് പറഞ്ഞിരിക്കുന്ന 5 തന്മാത്രകളാണ്. 5 തന്മാത്രകൾ, അതായത് ഈ ഗുണങ്ങൾ സാത്വികം, രാജസം, താമസം എന്നീ 3 ഗുണങ്ങളുള്ളതാണ് മൂലപ്രകൃതി. അവയുടെ പരിണാമമാണ് ലോകം മുഴുവനുമെന്നും പുരുഷൻ പ്രകൃതിയുമായി തീരെ ബന്ധമില്ലെന്നുമാണ് സാഖ്യമതത്തിൽ പറഞ്ഞിരിക്കുന്നത്. സാഖ്യമത സിദ്ധാന്തമാണ്. നമ്മൾ പറഞ്ഞു, ഇത് കപിലോപദേശം എന്ന് പറഞ്ഞാൽ ഈ കപിലനാൽ ഉപദേശിക്കപ്പെട്ട ഈ സിദ്ധാന്തം ഈ എല്ലാ ദർശനങ്ങളിലും അവലംബിച്ചിട്ടുള്ളതാണ്, എല്ലാവരും ആശ്രയിക്കുന്നതുമാണത്. അതുപ്രകാരം പ്രകൃതി തത്വങ്ങൾ 24 ഈ സാഖ്യമത സിദ്ധാന്തം അനുസരിച്ച്. പ്രപഞ്ചത്തിൻ്റെ ആദി കാരണമാണ് മൂലപ്രകൃതി. അത് നമ്മൾ ഈ 5-ാം ദശകത്തിൽ 8-ാം ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ മൂലപ്രകൃതിയാണ് മായയെന്നും അവിദ്യയെന്നും പറയുന്നത്. ഇനി പ്രകൃതിയിൽ നിന്നും മഹത്തത്വവും അതിൽ നിന്ന് അഹങ്കാരവും ഉണ്ടാകുന്നു. ബുദ്ധിയാണ് മഹത്തത്വം, ഞാനെന്ന ഭാവമാണ് അഹങ്കാരം. അതുപോലെ തന്നെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ ഗുണങ്ങളാണ് 5 തന്മാത്രകൾ. ഭൂമി, വെള്ളം, തീയ്, കാറ്റ്, ആകാശം, ഇവ 5 മഹാഭൂതങ്ങൾ. ഇനി അന്ധക്കരണമാണ് മനസ്സ് എന്ന് പറയുന്നത്. കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക് ഇവ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം ഇവ 5 കർമ്മേന്ദ്രിയ അവയവങ്ങളാണ്. നമുക്കറിയാം, വാക്ക്, കയ്യ്, കാല് നിങ്ങൾക്കറിയാം. പായു എന്ന് പറഞ്ഞാൽ ഏനസാണ്, ഗുദം, മല വിസർജനത്തിനുള്ള ഭാഗമാണ്. ഉപസ്ഥം എന്ന് പറഞ്ഞാൽ മൂത്ര വിസർജനത്തിനുള്ള ഭാഗം. ഇവ 5 കർമ്മേന്ദ്രിയങ്ങളാണ്.
ഇങ്ങനെ 24 പ്രകൃതി തത്വങ്ങളായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഇവയ്ക്ക് പുറമേയുള്ളതാണ് പുരുഷൻ എന്ന 25ാമത്തെ തത്വം. ഇനി ഇവ വേർതിരിച്ച് മനസ്സിലാക്കി കഴിയുന്നതോടുകൂടി പ്രകൃതി പുരുഷനെ വിട്ടൊഴിയുന്നു എന്ന് ഭാവം ഈ ശ്ലോകത്തിൽ. ആ ഹിരണ്യഗർഭൻ, പുരുഷൻ, വിരാട് സ്വരൂപ ഘടകങ്ങൾ, പ്രകൃതി തത്വങ്ങൾ, ഇതിനെപ്പറ്റി 5ാം ദശകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് വിശദമായിട്ട് അതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയും ആണ് ഈ ശ്ലോകത്തിലുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു.